ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് മൂന്നാമത്തെ മൊഡ്യൂളാണ്. അതിനകത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കാണ് മെമ്മറി ഹൈറാർക്കി. മെമ്മറി ഹൈറാർക്കിക്കകത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീനെയും അതെങ്ങനെയൊക്കെയാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് മെമ്മറി എന്നുള്ളതാണ്. എന്താണ് മെമ്മറി എന്ന് പറഞ്ഞാൽ മെമ്മറി ഈസ് യൂസ്ഡ് ടു സ്റ്റോറിങ് പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ. ഒരു കമ്പ്യൂട്ടറിനകത്തെ ഡേറ്റകളെ എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു സ്പേസിന് പറയുന്ന പേരാണ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടും മെമ്മറിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മെയിൻ മെമ്മറി എന്നും ഓക്സിലറി മെമ്മറി എന്നും. മെമ്മറിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, മെയിൻ മെമ്മറി എന്നും ഓക്സിലറി മെമ്മറി എന്നും. ഇനി മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാലോ, മെയിൻ മെമ്മറി ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് CPU, അതായത് CPU-യുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെമ്മറിക്ക് പറയുന്ന പേരാണ് മെയിൻ മെമ്മറി, അല്ലെങ്കിൽ CPU-യുമായിട്ട് ഡയറക്റ്റ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മെമ്മറിയാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെമ്മറിയാണ് ഓക്സിലറി മെമ്മറി എന്ന് പറയുന്നത്. ഓക്സിലറി മെമ്മറി ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ ഫോർ പെർമനന്റ്ലി, അതായത് പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെമ്മറി യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള മെമ്മറിക്ക് പറയുന്ന പേരാണ് ഓക്സിലറി മെമ്മറി. ഇപ്പൊ മെയിൻ ആയിട്ട് മെയിൻ മെമ്മറി എന്ന് പറയുമ്പം റാമിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്സിലറി മെമ്മറിക്ക് എക്സാമ്പിൾ ആണ് ഡിസ്കും ടേപ്പും, മാഗ്നറ്റിക് ഡിസ്കും ടേപ്പും. നമ്മുടെ ഹാർഡ് ഡിസ്ക് ഒക്കെയാണ് ഓക്സിലറി മെമ്മറിക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇവയെ നമ്മൾ പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും കൂടെ പറയും. മെയിൻ മെമ്മറിക്ക് പകരം പ്രൈമറി മെമ്മറി എന്നും ഓക്സിലറി മെമ്മറിക്ക് പകരം സെക്കൻഡറി മെമ്മറി എന്നും കൂടെ നമ്മൾ പറയും. ആ പേരും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ ഓർത്ത് വെക്കുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് കപ്പാസിറ്റിയും സ്പീഡുമാണ്, പ്രോസസ്സിംഗ് സ്പീഡുമാണ്. അപ്പോൾ ഓക്സിലറി മെമ്മറിക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലും പ്രോസസ്സിംഗ് സ്പീഡ് കുറവുമായിരിക്കും. അതുപോലെ തന്നെ മെയിൻ മെമ്മറി കാര്യം നമ്മൾ പറയുമ്പോൾ പ്രോസസ്സിംഗ് സ്പീഡ് കൂടുതലും അതുപോലെ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറവുമായിരിക്കും. ആ ഒരു പോയിന്റ് മെയിൻ ആയിട്ടും ഓർത്ത് വെക്കുക. ഇതാണ് നമ്മുടെ മെമ്മറി ഹൈറാർക്കിയുടെ ഫിഗർ. ഈ ഫിഗർ ഉറപ്പായിട്ടും പഠിക്കേണ്ടതാണ്. ഇവിടെയാണ് എങ്ങനെയാണ് മെമ്മറികളും CPU-യും തമ്മിൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നുള്ള കാര്യങ്ങൾ തന്നിരിക്കുന്നത്. അപ്പൊ നോക്കുക, നമ്മുടെ CPU-യുമായിട്ട് ഡയറക്റ്റ് അസോസിയേറ്റ് നിൽക്കുന്ന മെമ്മറിയാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ഇനി ഇതാണ് നമ്മുടെ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും എന്ന് പറയുന്നത്. അപ്പൊ ഈ IO പ്രൊസസർ എന്ന് പറയുന്ന ഇടയ്ക്കൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രൊസസർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? സെക്കൻഡറി മെമ്മറിനെയും മെയിൻ മെമ്മറിനെയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ IO പ്രൊസസർ യൂസ് ചെയ്യുന്നത്. ഇനി CPU ആണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തെ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ നടക്കുന്ന ഡേറ്റകളെ കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ മെമ്മറിയിലോട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി മെയിൻ മെമ്മറിക്കകത്ത് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേയധികം ഡേറ്റകൾ കാണാം. ആ ഡേറ്റകളെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. അപ്പൊ CPU-ന് എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരുമ്പോൾ ഡേറ്റ എവിടെ പോയി തപ്പിയാൽ മതി? ക്യാഷ് മെമ്മറിക്കകത്ത് പോയി തപ്പിയാൽ മതി. ക്യാഷ് മെമ്മറിക്കകത്ത് ആ ഡേറ്റ ഇല്ലെങ്കിൽ മാത്രം എവിടെ പോയാൽ മതി? മെയിൻ മെമ്മറിക്കകത്ത് പോയാൽ മതി. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഈ ഓക്സിലറി മെമ്മറിക്കകത്താണ്. അവിടെ നിന്ന് നമ്മൾ മെയിൻ മെമ്മറിയിലോട്ട് ഡേറ്റനെ ലോഡ് ചെയ്യിപ്പിക്കുന്നു. CPU-ന് ആവശ്യമായിട്ടുള്ള ഡേറ്റ CPU എക്സിക്യൂട്ട് ചെയ്യുന്നു. CPU-ന് എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ഡേറ്റയ്ക്ക് എവിടെ കൊടുക്കുന്നു? ക്യാഷ് മെമ്മറിക്കകത്ത് കൊടുക്കുന്നു. അവിടെ നിന്ന് CPU ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി CPU-ൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകളെല്ലാം എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു? മെയിൻ മെമ്മറിക്കകത്ത് കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മെയിൻ മെമ്മറിയിൽ നിന്നും വീണ്ടും സെക്കൻഡറി മെമ്മറിയിലോട്ട് ആ റിസൾട്ടുകളും കൂടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇത്രയാണ് മെമ്മറി ഹൈറാർക്കിക്കകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതിനകത്തെ ഓരോ കമ്പോണൻസും ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനകത്തെ ഒന്നാമത്തെ കമ്പോണന്റ് ആണ് ഓക്സിലറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിലറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഡേറ്റാനെ ലോങ് ടൈം പർപ്പസിന് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിലാണ് നമ്മൾ ഓക്സിലറി മെമ്മറി യൂസ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, മെയിൻ മെമ്മറിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോസ്റ്റ് കുറവും കപ്പാസിറ്റി കൂടുതലും അതുപോലെ തന്നെ സ്പീഡ് കുറവുമാണ്. ഈ 3 പോയിന്റുകൾ ഓർത്ത് വെക്കുക. കോസ്റ്റ് കുറവ്, കപ്പാസിറ്റി കൂടുതൽ, സ്പീഡ് കുറവ്. ഇനി ഇതിന് എക്സാമ്പിൾ ആണ് മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും. ഇത് കൂടുതലായിട്ടും അടുത്ത സെക്ഷനായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇത് എന്താന്നുള്ള കാര്യം എക്സാമ്പിൾ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി മെമ്മറി ഹൈറാർക്കിക്കകത്ത് അടുത്തൊരു പാർട്ടാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ എന്തിനു വേണ്ടിയാണ് മെയിൻ മെമ്മറി യൂസ് ചെയ്യുന്നത്? നമ്മുടെ CPU-യുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മെമ്മറിയാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ റാമിനെയാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ആ മെയിൻ മെമ്മറിയുടെ ഒരു പാർട്ട് നമ്മൾ ROM ആയിട്ടും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി IO പ്രൊസസർ എന്ന് പറയുന്നതാണ് അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഓക്സിലറി മെമ്മറിയിൽ നിന്നും മെയിൻ മെമ്മറിയിലോട്ടും മെയിൻ മെമ്മറിയിൽ നിന്ന് ഓക്സിലറി മെമ്മറിയിലോട്ടും ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IO പ്രൊസസർ യൂസ് ചെയ്യുന്നത്. അതായത് സെക്കൻഡറി മെമ്മറിയിൽ നിന്നും പ്രൈമറി മെമ്മറിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റകളെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ IO പ്രൊസസർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പറഞ്ഞു CPU ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ മെമ്മറിക്കകത്ത ഡേറ്റകളെ നമ്മൾ എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യും? ക്യാഷ് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നീട് CPUവിന് ആ ഡേറ്റകൾ ആവശ്യമായിട്ട് വന്നാൽ CPU എവിടെ പോയേ തപ്പത്തുള്ളൂ? ക്യാഷ് മെമ്മറിക്കകത്ത് പോയിട്ടായിരിക്കും ആ ഡേറ്റകളെ സെർച്ച് ചെയ്യുന്നത്. അവിടെ ഇല്ലെങ്കിൽ മാത്രമേ മെയിൻ മെമ്മറിക്കകത്ത് പോയിട്ട് ഡാറ്റ സെർച്ച് ചെയ്യുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? CPUവിന്റെ എക്സിക്യൂഷന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി പോർഷൻ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് മെമ്മറി ഹൈറാർക്കിക്കകത്ത് വരുന്ന കാര്യങ്ങൾ. അത്രയും ആ ഫിഗറും ഓരോ കമ്പോണന്റും എന്താന്നുള്ള കാര്യവും പഠിച്ചു വെക്കുക. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഓരോ കമ്പോണന്റ്സിനെയും പറ്റിയിട്ടാണ്. അതിനകത്ത് ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് മെയിൻ മെമ്മറി. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു മെയിൻ മെമ്മറി എന്താന്നുള്ള കാര്യം. എന്താണ്? CPU ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഒരു CPU എക്സിക്യൂട്ട് ചെയ്യുന്ന ഡേറ്റകളെയും പ്രോഗ്രാംസിനെയും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ മെമ്മറി യൂസ് ചെയ്യുന്നത്. ഇനി മെയിൻ മെമ്മറിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, RAM എന്നും ROM എന്നും. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന സർക്യൂട്ടുകളുടെ ബേസിലാണ് അവയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റാമിനെ പറ്റിയിട്ടാണ്. റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് റാമിന്റെ ഫുൾ ഫോം. അവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. റാമിനകത്ത് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് റീഡും റൈറ്റും. അതായത് മെമ്മറിയിൽ നിന്നും ഡേറ്റ എടുക്കാനും പറ്റും, അതുപോലെ തന്നെ മെമ്മറിയിലോട്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പൊ റീഡും റൈറ്റും ഓപ്പറേഷൻസ് എവിടെ പെർഫോം ചെയ്യാം? റാമിനകത്ത് പെർഫോം ചെയ്യാം. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഫീച്ചറാണ് വോളറ്റൈൽ നേച്ചർ എന്ന് പറയുന്നത്. വോളറ്റൈൽ നേച്ചർ. ഇനി വോളറ്റൈൽ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? റാമിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റകൾ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പവർ ഓഫ് ആയിട്ട് പോകുമ്പോൾ അവിടെയുള്ള ഡേറ്റകൾ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ലോസ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വോളറ്റൈൽ നേച്ചർ ഉണ്ടെന്ന് പറയുന്നതിന് കാരണം. ഇനി റാമിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റിക് എന്നും ഡൈനാമിക് എന്നും. അപ്പൊ അതോരോന്ന് എന്താന്നുള്ള കാര്യം നോക്കാം. ആദ്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നതാണ് സ്റ്റാറ്റിക് റാം. സ്റ്റാറ്റിക് റാമിനകത്ത് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അപ്പൊ നമുക്കറിയാം ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് 1 bit ഓഫ് ഡേറ്റ, 1 bit ഓഫ് ബൈനറി ഡേറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ SRAM അല്ലെങ്കിൽ സ്റ്റാറ്റിക് റാം ഉണ്ടാക്കുന്നത്. ഇനി അതിന്റെ ഒരു നേച്ചർ ആണ് വോളറ്റൈൽ എന്ന് പറയുന്നത്. കാരണം എന്താണ്? അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന് എപ്പോഴും പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ അവിടെ റിമെയിൻ ചെയ്ത് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്തുള്ള 1 എന്ന് പറയുന്ന ബിറ്റുകളെല്ലാം 0 ആയിട്ട് പോകും. അതുകൊണ്ടാണ് വോളറ്റൈൽ നേച്ചർ ഉണ്ടെന്ന് പറയുന്നത്. എപ്പോഴും പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഡേറ്റ ലോസ് ആകാതെ നിൽക്കത്തുള്ളൂ. പിന്നെ ഇവിടെ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? റീഡും റൈറ്റും ഓപ്പറേഷൻസ് ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് റാം ആണ് ഡൈനാമിക് റാം അല്ലെങ്കിൽ DRAM. അവിടെ നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ കൂടെ കപ്പാസിറ്ററും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഡേറ്റനെ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചാർജിന്റെ ഫോമിലാണ് ഡേറ്റനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇന്റർവെല്ലിന് കൂടുമ്പോൾ ചാർജ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ DRAMന് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ SRAMനെ വെച്ച് നോക്കുമ്പോൾ DRAMന് സ്പീഡ് കുറവും പക്ഷെ കപ്പാസിറ്റി കൂടുതലുമാണ്. സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലും സ്പീഡ് കുറവുമാണ്. അതുപോലെ തന്നെ കോസ്റ്റും കുറവാണ് SRAMനെ വെച്ച് നോക്കുമ്പോൾ. നമ്മൾ സാധാരണയായിട്ട് SRAM ആണ് ക്യാഷ് മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ DRAM ആണ് റാം മെമ്മറിക്ക് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നതേ ഉള്ളൂ, അതും കൂടെ നോക്കുക. ഇത് തന്നിരിക്കുന്നതാണ് നമ്മുടെ റാം ചിപ്പിന്റെ ഫിഗർ. ഇത് ഉറപ്പായിട്ടും പഠിക്കേണ്ട ഫിഗർ തന്നെയാണ് റാമിന്റെ ചിപ്പിന്റെ ഫിഗർ. ഇനി ഇവിടെ തന്നിരിക്കുന്നത് നോക്കുക. 128x8 സൈസിലുള്ള റാം ചിപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് 8 ബിറ്റുകൾ വരുന്ന 128 വേവ്സ് കപ്പാസിറ്റി ഉള്ള റാം ആണ് തന്നിരിക്കുന്നത്. അവിടെ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് റീഡും റൈറ്റും. അതുപോലെ തന്നെ 2 ചിപ്പുകളുണ്ട്, ചിപ്പ് 1ഉം ചിപ്പ് 2ഉം. പിന്നെ ഈ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റകളുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് 7 ബിറ്റ് അഡ്രസ് ബിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 128 വന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ 7 ബിറ്റുള്ള അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 8 ബിറ്റുള്ള ഡേറ്റാബേസ് ആണ്. അതായത് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നത്.
റാമിലോട്ട് ഡേറ്റ കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ റൈറ്റ് ഓപ്പറേഷനും റാമിൽ നിന്ന് ഡേറ്റ എടുക്കാനാണെങ്കിൽ നമ്മൾ റീഡ് ഓപ്പറേഷനുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ CPU-യിലോട്ട് ഡേറ്റ കൊടുക്കാനും എടുക്കാനും വേണ്ടിയിട്ടാണ് 8 ബിറ്റുള്ള ഡേറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ കാര്യങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. അഡ്രസ് ബസിന്റെ സൈസ്, ഡേറ്റാബേസിന്റെ സൈസ്, നമ്മുടെ റാം ചിപ്പിന്റെ സൈസ്, അതുപോലെ തന്നെ റീഡ് ഓപ്പറേഷൻ റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റാമിൽ നിന്നും ഡേറ്റാനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഇനി റൈറ്റ് എന്ന് പറഞ്ഞാലോ റാമിലോട്ട് ഡേറ്റാനെ സ്റ്റോർ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ടാണ് റീഡും റൈറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻസ്. പിന്നെ തന്നിരിക്കുന്നത് ചിപ്പ് കൺട്രോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിപ്പ് സെലക്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന. ചിപ്പ് സെലക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റാം ചിപ്പിനകത്ത് ഓപ്പറേഷൻസ് നടക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചിപ്പിന്റെ വാല്യൂ 1ഉം രണ്ടാമത്തെ ചിപ്പിന്റെ വാല്യൂ 0യുമായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ റാമിനകത്ത് ഓപ്പറേഷൻസ് നടക്കത്തുള്ളൂ. ഇപ്പൊ റൈറ്റും റീഡും ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. ബാക്കി കാണിച്ചിരിക്കുന്ന സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഓപ്പറേഷൻസ് ഒന്നും നടക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി സ്റ്റേറ്റുകൾ ഇൻഹിബിറ്റ് എന്നും ഹൈ ഇംപിഡൻസ് എന്നും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അടുത്തതാണ് റോം എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ മെമ്മറിയുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് റോം എന്ന് പറയുന്നത്. റോമിന്റെ ഫുൾ ഫോം റീഡ് ഓൺലി മെമ്മറി. ഇവിടെ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റീഡ് ഓപ്പറേഷൻ മാത്രമായിരിക്കും. റൈറ്റ് ഓപ്പറേഷൻ ഒരിക്കലും ഇവിടെ പെർഫോം ചെയ്യത്തില്ല. ഇനി നമ്മുടെ മെയിൻ മെമ്മറിയുടെ മുഴുവൻ ഭാഗവും റാം അല്ല, ഒരു പാർട്ട് നമ്മൾ റോം ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. റോമിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാമിനെ വെച്ച് നോക്കുമ്പോൾ ഡേറ്റാനെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റോം യൂസ് ചെയ്യുന്നത്. റോം സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിനകത്ത് കിടക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫയലുകളെ മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റോം എന്ന് പറയുന്ന മെമ്മറി പോർഷൻ യൂസ് ചെയ്യുന്നത്. ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്ന പ്രോഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ OSന്റെ പ്രോഗ്രാംസിനെ നമ്മൾ ലോഡ് ചെയ്യിപ്പിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഒരു റോം ചിപ്പിന്റെ ഫിഗർ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് 512x8 സൈസ് ഉള്ള റോം ചിപ്പാണ്. അതായത് 8 ബിറ്റുകളുള്ള 512 വേർഡ്സ് വരുന്ന റോം ചിപ്പാണ് തന്നിരിക്കുന്നത്. ഇവിടെയും 2 ചിപ്പുകളാണുള്ളത് ഓപ്പറേഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. റീഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് അവിടെ അത് മെൻഷൻ ചെയ്യുന്നില്ല. ഇനി 512 ആയതുകൊണ്ട് അഡ്രസ് ബസ് എത്രയുള്ളതാണ്? 9 ബിറ്റുകൾ വരുന്നതാണ് നമ്മൾ അഡ്രസ് യൂസ് ചെയ്യുന്നത്. പിന്നെ റീഡ് ഓപ്പറേഷനെ കാണിക്കാൻ വേണ്ടി നമ്മൾ 8 ബിറ്റുകളുള്ള ഡേറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത്. റീഡ് ഓപ്പറേഷൻ മാത്രമേ റോമിനകത്ത് നടക്കത്തുള്ളൂ. ആ കാര്യം ഓർത്ത് വെക്കുക. ഇവിടെയും ഒന്നാമത്തെ ചിപ്പിന്റെ വാല്യൂ 1ഉം രണ്ടാമത്തെ ചിപ്പിന്റെ വാല്യൂ 0യുമായിട്ടിരിക്കുമ്പോൾ മാത്രമേ റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യത്തുള്ളൂ. ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റോം ചിപ്പിന്റെ അല്ലെങ്കിൽ റോം എന്ന് പറയുന്ന മെമ്മറിയുടെ വേരിയേഷൻസ് ആണ്. 3 വേരിയേഷൻസ് ആണുള്ളത്. പ്രോമും ഇപ്രോമും ഇഇപ്രോമും. പ്രോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതായത് നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഈ പ്രോം എന്ന് പറയുന്ന റോം മെമ്മറി പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആദ്യമേ ഒരു MT പ്രോം ആയിരിക്കും. ആ MT പ്രോമിൽ നമ്മൾ പ്രോം പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഡേറ്റകളെ ഇൻസേർട്ട് ചെയ്യുന്നു. ആ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ നമുക്ക് പിന്നീട് ഒരിക്കലും ഇറേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് ഒരു പ്രാവശ്യം മാത്രമേ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡേറ്റ ഒരിക്കലും ഇറേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഈ പ്രോം എന്ന് പറയുന്നത്. ഇറേസബിൾ ആൻഡ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ റോം ചിപ്പിനകത്തെ കണ്ടന്റുകളെ ഇറേസ് ചെയ്ത് കളയാം അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാം. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് പ്രോമിനകത്ത് ഇലക്ട്രിക്കൽ ചാർജ് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റകൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഇലക്ട്രിക്കൽ ചാർജിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അൾട്രാവയലറ്റ് ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഡേറ്റകളെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം അല്ലെങ്കിൽ ഇറേസ് ചെയ്ത് കളയാം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറിയാണ് ഇ പ്രോം എന്ന് പറയുന്നത്. ഇലക്ട്രിക്കലി ഇറേസബിൾ ആൻഡ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതായത് നമുക്ക് റീപ്രോഗ്രാമും ചെയ്യാം ഇറേസും ചെയ്യാം. അപ്പൊ സാധാരണയായിട്ട് 10,000 പ്രാവശ്യം വരെ നമുക്ക് ഒരു ഇ പ്രോമിനെ റീപ്രോഗ്രാം അല്ലെങ്കിൽ ഇറേസ് ചെയ്യാന്നാണ് പറയുന്നത്. ഇതിനകത്തൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ 1 ബൈറ്റ് മാത്രമേ അറ്റ് എ ടൈമിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രോസസ്സ് കുറച്ച് സ്ലോ ആണെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് പ്രോം എന്ന് പറയുന്ന നമ്മുടെ ചിപ്പിലോട്ട് നമുക്ക് പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റകൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ആ ഇൻസേർട്ട് ചെയ്ത ഡേറ്റനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ആ ഡേറ്റനെ നമുക്ക് ഇറേസ് ചെയ്തും കൂടെ കളയാം. അപ്പൊ മോഡിഫൈയും ചെയ്യാം ഇറേസും ചെയ്യാം. അങ്ങനെ 2 ഓപ്പറേഷൻസും ഈ പ്രോം എന്ന് പറയുന്ന ചിപ്പിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നിരുന്ന പോയിന്റുകളാണ് ഈ തന്നിരിക്കുന്നത്. നോൺ വോളറ്റൈൽ, ചീപ്പർ, ഈസി ടു ടെസ്റ്റ്, മോർ റിലയബിൾ എന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കുന്ന പോയിന്റുകൾ. അപ്പൊ നോൺ വോളറ്റൈൽ ആണ് റോം എന്ന് പറയുന്നത്. കാരണം എന്താ? പവർ ഇല്ലെങ്കിലും കമ്പ്യൂട്ടറിന് പവർ നഷ്ടപ്പെട്ടു പോയാലും റോമിനകത്തുള്ള ഡേറ്റകൾ ഒരിക്കലും ലോസ് ആയിട്ട് പോവുകയില്ല. അതുപോലെ തന്നെ റാമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റോം എന്ന് പറയുന്നത് ചീപ്പർ ആണ്. അതായത് കോസ്റ്റ് കുറവാണ്, ചീപ്പർ ആണ്. അതുപോലെ തന്നെ റാമിനെക്കാട്ടിലും റിലയബിളും ആണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ